ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഇന്നത്തെ കളി പറഞ്ഞാൽ ചോറും കൂട്ടാനും വെക്കണ കളി. വലുതായപ്പോഴാണ് ചോറും കൂട്ടാനും വെക്കണ കളിയൊക്കെ ഓന് വലുതായപ്പോഴാണ് ഓനിക്ക്. പക്ഷെ ഓന് വലുതായാണ്. അപ്പൊ ഞാൻ പിന്നെ എന്താ പറയാ, പഴയ ഓർമ്മകളൊക്കെ ഒന്ന് അയവർക്കാന്ന് പറഞ്ഞ മയൊക്കെ ഒന്ന് കൊണ്ടുവരികയാണ്. അപ്പൊ ഇതാണ് കത്തി. നമുക്ക് സാധനങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. കത്തിയാണത്. ഇത് പാത്രം, അതിൻ്റെ അടുപ്പും. ഇതൊരു പാത്രം, ഇതതിന്റെ അടപ്പ്. പിന്നെ ഗ്യാസും കുറ്റി ഇതാണ്. ഇങ്ങനെ വെക്കുക. ഗ്യാസും കുറ്റി ഇതെങ്ങനെ ഉണ്ടാവും. ഗ്യാസും കുറ്റി ഉണ്ട്, ഗ്യാസ് അടുപ്പുണ്ട്. പിന്നെ നമ്മളൊരു ഫോണുണ്ട്. ഫോണ് കടന്നാലും പിന്നെ അതിങ്ങനെ കുടിച്ചിട്ട് ഒരു വാൽപാത്രം ഉണ്ട്. വാൽപാത്രം തന്നെ പറയാം. പിന്നെ ഒരു 4 ഗ്ലാസ്സും ഉണ്ട്. 2 മഞ്ഞ ഗ്ലാസും 2 വെള്ള ഗ്ലാസും. പിന്നെ പ്ലേറ്റ് ഉണ്ട്, 2 പ്ലേറ്റ് ഉണ്ട്. പിന്നെ ഇതാണ് നമ്മളെ പൈസ പൈസ. ഇത് ആള് വാങ്ങാൻ വരുന്ന പൈസ. അതിലാണ് നമ്മള് കടക്കാർക്ക് പൈസ കൊടുക്കണം. ഇതാണ് ഒരു കൊട്ട. പിന്നെ ഇത് നമ്മള് ചെറിയ ചെറിയ പൊടികൾ എന്നൊക്കെ പറഞ്ഞ് ഉപയോഗിച്ചത്. പിന്നെ ഇത് നമ്മള് ജ്യൂസ് ഒക്കെ പറയുമ്പോ ജ്യൂസ് കൊടുക്കണത്. ചോറൊക്കെ വെക്കാം. ചോറ് വെക്കല്ലേ? ഇതിന് ചോറ് വെക്കാട്ടോ. ഗ്യാസിന്റെ ടോക്കട വെടിയൊക്കെ ഇത് നമ്മളെ ഫൈസു എൻ്റെ ഉമ്മാന്റെ വീട്ടിൽ പോയപ്പോ അവിടുന്ന് കൊടുന്നതാണ്. അപ്പൊ ഞങ്ങള് ഫൈസു കളിച്ചാനായിട്ടില്ല കേട്ടോ. അപ്പൊ ഞങ്ങളാണ് ഇപ്പൊ കളിച്ചാനായിക്കുന്നത്. പിന്നെ ഞങ്ങളടുത്ത് കുറച്ച് വണ്ടികളൊക്കെ ഉണ്ട്. ഒരു കാറ്, പിന്നെ ഒരു ജീപ്പ്. പിന്നെ ഇത് ഫൈസുവിന്റെ മാവൻ ഓനിക്ക് വന്നപ്പോ കൊടുന്നതാണ്. ജീപ്പ് അപ്പൊ ഞങ്ങള് കളിച്ചോണ്ട് അപ്പൊ ഞാൻ ഇവിടുന്ന് സാധനം മേടിച്ച ആളാണ്. ഞാനിപ്പോ വരും. അപ്പൊ ആ ചോറിനില്ല വെള്ളം കറി വെക്കട്ടെ. ഒരു എന്താ ഒരു ഞെട്ടിക്കൽ ബിരിയാണി. അപ്പൊ നമ്മൾ ആ ബിരിയാണി നോക്കാൻ പോലും. ഞെട്ടിക്കൽ ബിരിയാണി. ഒരു ഞെട്ടിക്കൽ ബിരിയാണി. വെയിറ്റ്. ഓക്കെ. ഞെട്ടിക്കൽ ബിരിയാണിക്ക് എത്ര റുപ്യാവും? 100 രൂപ. അരി ഒന്ന് കഴുകിയിട്ടൊന്നുമില്ല. അരി ചിക്കൻ കൊണ്ടുവരട്ടോ. ചിക്കൻ കേട്ടോ. ചിക്കൻ കൊണ്ടുവരാ. അപ്പൊ നമ്മൾ ചിക്കൻ കൊണ്ടുവരാൻ പോണ വണ്ടി പറഞ്ഞാൽ ഇതാണ്. അപ്പൊ ഞങ്ങൾ ചിക്കൻ നമ്മളപ്പോ ചിക്കൻ കൊണ്ടുവരാൻ പോവാണ്. നമ്മള് മല്ലിച്ചപ്പ്, തക്കാളി, സവാള അതൊക്കെ അരിയാട്ടോ. ഹലോ, ഇനി വേറെ എന്തെങ്കിലും കൊണ്ടുവരണോ? ഫോൺ ചോദിച്ചറിയാം. ഹലോ ഹലോ ഹലോ, ഇനി വേറെ എന്തെങ്കിലും കൊണ്ടുവരണോ? സവാള വരുമ്പോ സാധാരണ കണ്ണാണ് നീറുന്നത്. ഇതിന്റെ മൂക്കാണ്. ചിക്കനും പിന്നെന്താ കേട്ടോ. ചിക്കനും തൈരല്ല, പിന്നെന്താ വാങ്ങണ്ട്? ചിക്കന് തൈര്, പിന്നെന്താ വാങ്ങണ്ട്? പിന്നെ നെയ്യ്. ഓക്കെ. ഇന്ന് ഞാനൊരു എന്ത് ചിക്കൻ വലിയ ചിക്കന് വലിയ കോയിന വാങ്ങിക്കോ. അപ്പൊ നമ്മൾ ഉള്ളിലൊക്കെ ഇട്ടതിക്ക് അളക്കുക കേട്ടോ. ഇത് ശരിക്കും സ്പൂൺ ഇല്ലാത്തോണ്ട് നമ്മള് ശരിക്കുള്ള സ്പൂൺ പോയി അടുക്കളയിൽ പോയി എടുത്തിരുന്നു കേട്ടോ. ഇങ്ങനെ അളക്കുക കേട്ടോ. ഉള്ളി വാട്ടുകയാണ്. ഉള്ളി വഴറ്റിയ ഇപ്പൊ കുറച്ച് ഉപ്പിട്ടാ വേഗം മാറിക്കോളും. ഉപ്പിട്ട് എന്തൊക്കെ കിടകളൊക്കെ ഇട്ടോ. പിന്നെ വേറെന്താ പറഞ്ഞു കൊടുക്കണം. പെട്ട എന്താ? മുളക്. എണ്ണ ഒഴിച്ചാൽ മറന്നുപോയി ഗൈസ്. ഉള്ളി വാട്ട
എനിക്കൊരു നെയ്യൊക്കെ ഇനി ഒന്ന് അടച്ചേക്കാം കേട്ടോ. ഗ്യാസ് കുറ്റി ഇവിടെ പൊട്ട ഗ്യാസ് കുറ്റി ഇവിടെ എടുത്തൊക്കെ. ഈ സൈഡിലൊക്കെ നല്ല അടച്ചക്കാൻ അടച്ചക്കാനില്ല. അപ്പൊ നമ്മള് ഉള്ളി വാട്ടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇനി എന്താണ് ചിക്കനല്ല ഇടുക. ചിക്കൻ ഇടുക. ചിക്കൻ കഴുകി വെച്ച ചിക്കൻ ഇടുക. വേഗം കൊണ്ടുവന്നത് ചിക്കൻ മേടിച്ചോണ്ടിരാണ്. ഇനി അതിട്. ചിക്കൻ ചിക്കൻ എല്ലാത്തിനും കൂടി 600 റുപ്പി. ഓക്കെ. ചിക്കൻ ഇത് വേഗം കഴുകിയിട്ട് അടുപ്പിക്കട്ടെ. അല്ല അടുപ്പിക്കട്ടെ. ആ കഴുകിയിട്ടാ കൊടുക്കണം. അടുപ്പ് കിട്ടാൻ മതി. ഫുള്ള് ക്ലീൻ ആക്കിട്ട് അടുപ്പിലിട്. അല്ല ഷേ ചട്ടി കഴുകിക്കോ. അടുപ്പ് ഹലോ കേറുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ഇരട്ടിക്കല് പഠിച്ചല്ലോ. 3 ഇരട്ടിക്കല്. 1 ഇവിടുന്ന് കഴിക്കാനും കൂടിക്ക് 2. പിന്നെ അപ്പൊ ഒരു ബോബാട്ടി പാർസൽ. വീഡിയോയിലൊക്കെ അറിയില്ല കേട്ടോ. ഒരു ബോബാട്ടി പാർസലും വേണം. അരി ഇനി നമുക്ക് ദമ്മിടാം. അങ്ങനെ വെന്തോളൂ. അടച്ചക്കട്ടെ. ഇനി ദമ്മിട്. ദമ്മിട ഗ്യാസ് കുറ്റി ആയിട്ട് കണ്ടേ. ഗ്യാസും കുറ്റല്ല, നമ്മള് ഗ്യാസ് കുറ്റിന്റെ നേരെ ഗ്ലാസ് ആണ് കയറ്റിയത്. അത് നിൽക്കൂല. അപ്പൊ നമ്മള് ഗ്യാസ് ഗ്യാസ് കുറ്റിനെ കയറ്റി അത് അടുപ്പത്ത് മാങ്ങിയേക്കാം. ആണല്ലേ. അടുപ്പത്ത് ചെറിയൊരു തീയില്. അപ്പൊ ഗൈസ് നമ്മളെ ബിരിയാണി വെന്തിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമ്മളേ ദമ്മിട്ടിക്കാണ്. ദമ്മ് പൊട്ടിച്ചിട്ടാണ് പിന്നെ നമ്മളെ ഞെട്ടിക്കൽ ബിരിയാണി കൊടുക്കാല്ലേ. സലീമാക്കാരൻ ഞെട്ടിക്കൽ ബിരിയാണിയാണ് ഗൈസ്. ഇതിലൊരു ബോബാട്ടി കൂടി അത് ഉണ്ടാക്കി കൊടുത്താ. ആ ബോബാട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പൊ ദമ്മ് പൊട്ടിക്കുക. മാങ്ങിക്കണ്ടേ. ഗ്യാസ് കുറ്റി നമ്മള് ഷിഫ്റ്റ് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് പാത്രത്തിൽ കുളം പാത്രം അനക്ക് ഇവിടെ തിന്നാനല്ലേ. ഒന്ന് ഇവിടെ നിന്നാണ് 2 പഠിച്ചു. മറ്റേത് അല്ല സ്പൂൺ കൊണ്ടന്നെ വരുത്തരും. കൊരുത്തരുള്ളൂ. കച്ചവടം നിർത്തരില്ല. പൊള്ളുവള കയ്യോടെ എടുത്തെടുക്കാൻ പറ്റൂലേ. എത്ര ഉണ്ട്? 2 ആൾക്കാരെ. ഒന്ന് ഇവിടെ നിന്നാന്. ഞാൻ കച്ചമ്പറ എടുത്താ ശരിയാ. ബോബാട്ടി പാർസലാണ് പോകുമ്പോ എന്തായാലും കച്ചവട. ഇനി ഉള്ളി മറ്റേ അച്ചാർ എടുത്താൽ മതി. അച്ചാറാണേ. അച്ചാർ തിക്കോളൂ കേട്ടോ. എനിക്ക് അങ്ങനെ അല്ല. ഇനി ഞങ്ങൾ തരികയും ചെയ്യാം. നെട്ടിച്ചു കൊടുത്തു. ബിരിയാണി ഇടല്ലേ. ഇത് വളർത്തിച്ച് കൊടുത്താ മതി. ഞെട്ടിക്കൽ ബിരിയാണി അല്ല ഇത് വളരെ അപ്പൊ ഞങ്ങൾ കൂടെ ചിരിച്ച് കാച്ചുണ്ടാക്കി. അപ്പൊ പ്ലേറ്റ് ഇവിടെ കൊടുന്ന് വെച്ചിരിക്കണു. ഓല് ചോറ് അതിൽ ശരിയാക്കിക്കണം. പിന്നെ ഓല് ഇവിടെ ഒന്ന് കൊട്ടി തരുന്ന എട്ടിക്കൽ ചോറല്ലേ. അപ്പൊ ഇവലിങ്ങനെ ചിരിച്ചാണ് കാശ്. ഇവലിങ്ങനെ ചിരിച്ച് ഓക്കെ. നമ്മുടെ 8 ബിരിയാണി നമ്മൾ തിന്നാൻ നിർത്താന്. 2 ബിരിയാണി പാർസൽ ഇതാക്കാം കേട്ടോ. ബിരിയാണി സൂപ്പറാണ്. എന്നാ പ്ലേറ്റ് അതല്ലേ തിന്നുമ്പോ ചട്ടലേക്കപ്പോ ചോറ്. ആ 2 ബിരിയാണി വേറെ പാർസൽ 4 പ്ലേറ്റ് ഇട്ടിട്ട് കുറച്ച് ഓക്കെ. ഞെട്ടിക്കൽ കഴിഞ്ഞിട്ടോ ചട്ടി 2 പാർസൽ. ഇനി ഞെട്ടിക്കൽ ജ്യൂസ്. ഞെട്ടിക്കൽ ജ്യൂസ് വേണ്ട. ഒരു ജ്യൂസ് പച്ചവെള്ളം കിട്ടും. പച്ചവെള്ളം ഞെട്ടിക്കൽ ഞെട്ടിക്കൽ പച്ചവെള്ളം കൊടുക്കാം. ഞെട്ടിക്കൽ പച്ചവെള്ളം ഞെട്ടണം കേട്ടോ. അതിന് കാന്തിര നെട്ടി കണ്ട് കാക്കു തുള്ളി വെള്ളം കൂടി കുടിച്ചിട്ട് കഴിഞ്ഞിട്ട് പറയാം.
കാക്കോ ബോബാട്ടി പാർസല് കാക്ക ഒരു ബോബാട്ടി പാർസൽ അറിഞ്ഞില്ല അത് വീഡിയോ ഓഫ് ആക്കിയാലോ അല്ല അപ്പൊ ഗൈസ് അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ഗൈസ് ഇന്നത്തെ ഞെട്ടിക്കൽ ബിരിയാണി ഉണ്ടാക്കുന്നതും നമ്മൾ കൊടുക്കുന്നതും തിന്നുന്നതും ഞെട്ടിറൊക്കെ ഞങ്ങൾ കണ്ടില്ലേ. അപ്പൊ ഇനി അടുത്തൊരു ഐറ്റം ആയിട്ട് ഞങ്ങൾ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ. ബൈ ബൈ. എല്ലാരും ലൈക്ക് സബ്സ്ക്രൈബ് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ബൈ.